ചാത്തക്കുടം ശാസ്താവിന്റെ ഈ വർഷത്തെ പൂരങ്ങൾക്കുള്ള കൈവിളക്കുകൾ ഒരുങ്ങുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ കൈവിളക്കിന്റെ ചുമതലയിൽ നേതൃത്വം നൽകുന്ന ചാത്തക്കുടം കണ്ണംകിഴി വീട്ടിൽ വിജയൻ, രംഗനാഥൻ പൂങ്കുന്നം എന്നിവരാണ് ശാസ്താവിന്റെ പൂരത്തിനും കൈവിളക്ക് ചുറ്റുന്നതിലും നേതൃത്വം വഹിക്കുന്നത്. കുറഞ്ഞത് 100 വർഷത്തോളം പഴക്കമുള്ള കൈവിളക്കുകളും നാഴികളുമെല്ലാം കഴുകി പോളിഷ് ചെയ്താണ് പൂരത്തിന് ഉപയോഗിക്കുന്നത്. 2 വീതം ഒറ്റപ്പന്തങ്ങളും മുപ്പന്തങ്ങളും 16 ആറുനാഴിപ്പന്തങ്ങളുമാണ് ക്ഷേത്രത്തിന് സ്വന്തമായി ഉള്ളത്. ശാസ്താവിന്റെ പൂരങ്ങൾക്ക് വേണ്ടി മുല്ലമുട്ടിന്റെ ആകൃതിയിലാണ് കൈവിളക്ക് ചുറ്റി തയ്യാറാക്കുന്നത്. പുറപ്പാടിന് ശേഷം ഓരോ ദിവസത്തെ ഇടവേളയിൽ പെരുവനം പൂരം, പിടിക്കപ്പറമ്പ് പൂരം, ആറാട്ടുപുഴ പൂരം എന്നിവ നടക്കും. അതിനായി പുറപ്പാടിന് ശേഷം വീണ്ടും കൈവിളക്കുകൾ ഒരുക്കും. ശാസ്താവിന്റെ മുൻപിൽ കഴകം വാരിയർ ഒറ്റപ്പന്തം പിടിക്കും. ഒറ്റപ്പന്തത്തിന്റെ ചുറ്റൽ കഴകം വാരിയർ തന്നെ നിർവഹിച്ചു വരികയാണ്. ഒറ്റപ്പന്തത്തിന് പുറകിലായി ഒരു മുപ്പന്തവും കൂടെ 6 നാഴിപ്പന്തങ്ങളും ആനച്ചമയങ്ങൾക്ക് മിഴിവേകും. ചാത്തക്കുടത്ത് എണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. കോയമ്പത്തൂരിൽ നിന്നും പന്തം ചുറ്റുവാനുള്ള തുണികൾ എത്തിച്ച് അലക്കുകാരമിട്ട് പുഴുങ്ങി തുണിയുടെ പശയും കറയും കളഞ്ഞ് ഉണക്കി വയ്ക്കും. പന്തം നാഴിയും കാരവും പുളിയും സോപ്പ് പൊടിയും ഇട്ട് തിളപ്പിച്ച് വൃത്തിയാക്കിയെടുക്കും. ഒരു 6 നാഴിപ്പന്തം ചുറ്റാൻ 3 കിലോ തുണി ഉപയോഗിക്കും. ഓരോ പൂരങ്ങൾക്ക് ശേഷം രാത്രിയും പകലുമായി കൈവിളക്കുകൾ ചുറ്റി അവസാനിപ്പിക്കും. വാഹനങ്ങളും സൗകര്യവും ഒന്നുമില്ലാത്ത പഴയ കാലങ്ങളിൽ ചാത്തക്കുടത്തു നിന്നും ആളുകൾ ചുവന്നുകൊണ്ട് പോകാറുണ്ട്. ഇന്ന് പന്തം ചുറ്റലും പിടുത്തവും കരാറാണെങ്കിലും കൂടെ സഹായിക്കാനും നനയ്ക്കാനും നാട്ടുകാർ കൂടാറുണ്ട്. ശാസ്താവിന്റെ തിരുമുൻപിൽ മുപ്പന്തം പിടിക്കുവാൻ ഭക്തർ വഴിപാടായി സ്വയം മുന്നോട്ട് വരാറുണ്ട്. പൂരം നടക്കുന്ന 4 മണിക്കൂറോളം കൈവിളക്കുകൾ കൃത്യമായ ഇടവേളകളിൽ നനയ്ക്കുന്നതും ശ്രദ്ധ ഏറെ വേണ്ട പ്രക്രിയയാണ്. കൈവിളക്കിന്റെ ശോഭയിൽ സ്വർണം മുക്കിയ ആനച്ചമയങ്ങൾ തിളങ്ങുന്നത് നയന മനോഹരമാണ്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിര പുറപ്പാട് ഏപ്രിൽ 4-നുമാണ് നടക്കുക.